ഓക്കെ, ഞാനൊരു ഫ്രീലാൻസിങ് എന്നിട്ട് സാർ എന്നെ വിശ്വസിക്കാൻ ടിക്ടോക്ക് വീഡിയോ കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് സംസാരിച്ചു. ഞാൻ വേറെ ഏജന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് നിങ്ങളെ തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ, നിങ്ങൾ ഡീലൊക്കെയാണ്. എൻ്റെ ഈ ഫ്രീലാൻസ് ബിസിനസ്സിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് 1 by 1 ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് ബാങ്കിനെ കൺവിൻസ് ചെയ്ത് ലോൺ ശരിയാക്കി തന്നു. നിങ്ങളുടെ സംസാരം കൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ ആ വീഡിയോയിലുള്ള സംസാരമൊക്കെ നല്ല കോൺഫിഡൻസ് ആവും. ഓക്കെ, ബാങ്കിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തരാനുള്ള സർവീസ് ചാർജ് ഓൾറെഡി സാർ തന്നു. അപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്ന ഉള്ളില്, ഇനി ചിലപ്പോൾ ഇവരങ്ങനെ പറ്റിച്ചിട്ട് പോവോ എന്നൊരു ഭയം. നിങ്ങളുടെ സംസാരം നല്ല കൺവിൻസിംഗ് ആവും. ഇത് നമുക്കൊരാൾ സംസാരിക്കാൻ പറയാൻ പറ്റും. അതിനകത്തൊരു ഫ്രോഡായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ ഇത്ര എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാകാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് മാത്രമല്ല പറയുന്നത്, ആവശ്യമില്ലാണ്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാമെന്നും പറയുന്നില്ല. ഇതിന്റെ റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചായിരുന്നാണ് നമുക്കത് കൺവിൻസിംഗ് ആയത്. നിങ്ങളുടെ വീഡിയോ ഒക്കെ നല്ല കൺവിൻസിംഗ് ആണ്. വീഡിയോ നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നത്, ക്ലാരിറ്റി ഉണ്ട്. കാരണം വേറെ ആരും ചെയ്യാത്ത സർവീസ് ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മളൊരു 1 വീക്ക് 2 വീക്സ് ഇത് നമുക്ക് ഡിലേ വന്നത് ആ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ. അതെ, എന്റെ സിഗ്നേച്ചറിന്റെ വെരിഫിക്കേഷൻ അല്ലാതെ അവരുടെ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക്സ്. ശരി. അപ്പൊ ശരി സാറേ, താങ്ക് യു സാറേ. ഞങ്ങളുടെ സർവീസ് എങ്ങനെ ഉണ്ടെന്ന് നാളെ ചോദിച്ചാൽ എക്സലന്റ് എന്നാ പറയുമോ സാർ? എന്ത് പറയും? എക്സലന്റ് പ്ലസ് ആണോ? താങ്ക് യു. ശരി. ഇത് സന്ദീപ് ഷാ. ഇദ്ദേഹത്തിന് ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ അദ്ദേഹം പുതിയ വാഹനം തന്നെ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു പുതിയ വാഹനം എടുക്കാൻ വേണ്ടി ചെന്നു. സ്വാഭാവികമായിട്ടും നല്ല സാലറി, സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും നല്ല സാലറി. അദ്ദേഹം ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. പക്ഷേ 1-2 ബാങ്കിൽ നിന്ന് ഇദ്ദേഹത്തിന് റിജക്ഷൻ സംഭവിച്ചു. എവിടെ നിന്നാണ് അദ്ദേഹം വാഹനം വാങ്ങിച്ചത് അവരും ട്രൈ ചെയ്തു. പക്ഷേ അവിടെ നിന്നും റിജക്ഷൻ സംഭവിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹം കൂടുതൽ എൻക്വയറി നടത്തിയപ്പോൾ ടിക്ടോക്ക് വഴി എന്തോ ഞങ്ങളുടെ വിവരങ്ങൾ അറിയുകയും ഞങ്ങളെ സമീപിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും വലയും തിരിച്ച് കാത്തിരിക്കുകയാണല്ലോ ഞങ്ങളുടെ വലയിൽ വീണ സാറിന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒന്ന് ഡീല് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്റ് വാങ്ങിച്ച് ഒരു ചെറിയ സർവീസ് ചാർജും പറഞ്ഞ് ഞങ്ങൾ ബാങ്കിലേക്ക് പ്രപ്പോസ് ചെയ്തു. ദൈവം സഹായിച്ച് അത് അപ്രൂവലുമായി. അപ്പോൾ ഇദ്ദേഹം ഞങ്ങൾക്ക് നല്ലൊരു ഗൂഗിൾ റിവ്യൂ തന്നു, നല്ലൊരു വീഡിയോയും തന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ഇത് കണ്ടിട്ട് നാളെ ഒരാളെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയായി എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് ചെയ്തു തരാൻ സാധിക്കാത്ത എന്തോ മഹാ അത്ഭുതങ്ങൾ ഇവർ ചെയ്യും എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ആരെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു ഡീലെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കസ്റ്റമർ ചോദിക്കും. ചിലർക്ക് തോന്നും ഇവരെന്തിനാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്, എൻ്റെ ഡീൽ ഓക്കെ അല്ലേ എന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു മാസം ഇത്ര ഡീല് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നോ ഇത്രയും പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ എടുക്കുന്ന ഡീലുകൾ വൃത്തിയായി കസ്റ്റമർക്ക് യാതൊരു രീതിയിലുള്ള കംപ്ലൈൻറ്റും ഇല്ലാതെ അവസാനിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഞങ്ങൾ എടുക്കുന്ന ഡീല് മാക്സിമം ചോദ്യം ചെയ്ത് തന്നെ എടുക്കും. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സാധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഡീലുകളാണെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം വളരെ സിമ്പിളായിരുന്നു. ഇദ്ദേഹം ഒരു ഫ്രീലാൻസ് വിസ എടുത്തു, വേറെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ ആ കമ്പനിയിൽ വർക്ക് പെർമിറ്റ് ആയിരുന്നില്ല ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവുണ്ടാക്കാവുന്ന സാഹചര്യമല്ല ഞങ്ങളുടേത്. പക്ഷേ പ്രശ്നത്തിന് ഉത്തരം ചെയ്തു തരാൻ സാധിക്കുന്ന കേസാണെങ്കിൽ
ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും. അപ്പം ഞങ്ങളുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാഹനം വാങ്ങിക്കാം. എവിടെ നിന്ന് വാഹനം വാങ്ങിച്ചാലും വിൽക്കുന്ന ആൾക്ക് ഉടനടി ക്യാഷ് കൊടുക്കണമെങ്കിൽ ഉടനടി ക്യാഷ് കൊടുക്കുവാനും, അതുപോലെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടോ അടയ്ക്കാതെയോ, 0 ഡൗൺ പേയ്മെൻറ്റ് ആക്കിയിട്ടോ അല്ലാതെയോ കാർ ലോൺ ചെയ്തു തരാനും ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റ് ഐ ഡി www.uaecarloan.com അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങളുടെ വരവിലേക്ക് ഞങ്ങൾ കാത്തിരിക്കട്ടെ.